പ്രാദേശിക നേതാക്കൾക്കെതിരെയുള്ള പി.കെ. ശശിയുടെ പരോക്ഷ വിമർശനത്തിന് പിന്നാലെ മണ്ണാർക്കാട് CPM-ൽ കലഹം. പി.കെ. ശശിക്കെതിരെ മണ്ണാർക്കാട് നഗരത്തിൽ CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ കേസിൽ ശശിയുടെ മുൻ ഡ്രൈവറായ അഷ്റഫിന് കോടതി ജാമ്യം അനുവദിച്ചു. മണ്ണാർക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ CPM പ്രാദേശിക നേതാക്കൾക്കെതിരെ പി.കെ. ശശി രംഗത്തു വന്നതാണ് തുടക്കം. KTDC ചെയർമാനും CPM നേതാവുമായി പി.കെ. ശശി UDF ഭരിക്കുന്ന നഗരസഭയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെതിരെ നേരത്തെ വിമർശനമുയർന്നിരുന്നു. ഇതിനിടെയാണ് പരോക്ഷ വിമർശനം. അഴിമതി ഉന്നയിക്കുന്നയാൾ പരിശുദ്ധനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. വാവിട്ട വാക്കിന് പ്രതികരണം വൈകിയില്ല. ശശിക്കെതിരെ മുദ്രാവാക്യമുയർത്തി CPM പ്രവർത്തകർ മണ്ണാർക്കാട് നഗരത്തിലിറങ്ങി. മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻ കുട്ടിയടക്കമുള്ള നേതാക്കൾ പ്രകടനത്തിൽ അണിനിരന്നു. വൈകാരിക തിരിച്ചടി നൽകുമെന്ന CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ PM മാർഷയുടെ മറുപടി. ജീവനായി കാണുന്ന അത്രമേൽ വൈകാരികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ നായനാർ സ്മാരക മന്ദിരത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണത്തിനെതിരായി ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമായിരിക്കില്ല ഉണ്ടാവുക എന്ന് ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ മനസ്സിലാക്കിക്കൊള്ളണം. മണ്ണാർക്കാട് CPM ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച കേസിൽ അറസ്റ്റിലായ അഷ്റഫിന് കോടതി ജാമ്യം അനുവദിച്ചു. അഷ്റഫ് പി.കെ. ശശിയുടെ മുൻ ഡ്രൈവർ കൂടിയായതിനാൽ വിവാദത്തിന് കനം വർദ്ധിച്ചു. തമാശയ്ക്ക് ചെയ്തതാണെന്നും പി.കെ. ശശിക്ക് പടക്കമേറിൽ ബന്ധമില്ലെന്നും അറിയിച്ച് ഉടൻ വന്നു അഷ്റഫിന്റെ പ്രതികരണം. CPM നേതാക്കളായ മൻസൂറിനും ശ്രീരാജിനുമൊപ്പം സംസാരിക്കുന്നതിനിടെ വെല്ലുവിളിച്ചപ്പോൾ ചെയ്തതാണെന്നും അഷ്റഫ് വിശദീകരിച്ചു. എന്നാൽ ഇക്കാര്യം ഇയാൾ മൊഴിയായി നൽകിയിട്ടില്ലെന്നാണ് പോലീസിന്റെ വാദം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.